നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടവും ഹെൽത്തിയുമായിട്ടുള്ള ഉലുവയില തോരനുമായിട്ടാണ്. വീഡിയോ കണ്ടു നോക്കൂ. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കെട്ട് ഉലുവയിലയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കട്ടിയുള്ള ഭാഗം എടുക്കരുത്, തണ്ടിൻ്റെ. അത് നമുക്ക് കയ്പ്പ് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കേണ്ട ചെറിയ തണ്ടുണ്ടല്ലോ, അത് ഉപയോഗിക്കാം കേട്ടോ. നമ്മളിനി ഇതിന് മണ്ണൊക്കെ കൂടുതലായിട്ട് വരും. അപ്പോൾ അത് നന്നായിട്ട് ഉലച്ച് കഴുകണം. ഒരു 10 മിനിറ്റോളം നമ്മൾ അത് കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നീട് നമ്മളത് ഇല ചെറുതായിട്ട് അരിഞ്ഞതും സവാള 2 വലിയ സവാള കൊത്തിപ്പൊടിച്ചതാണ്. പിന്നെ 3-4 കഷ്ണം വെളുത്തുള്ളി, പച്ചമുളക്. ഈ സവാളയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് അല്പം ചേർത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ സവാള വഴണ്ട് കിട്ടാൻ നമുക്ക് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് സവാളയെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉലുവയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നീട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിയുമ്പോൾ ഒരല്പം വെള്ളം ഒന്ന് അതിനകത്തൊന്നും തളിച്ചു കൊടുത്താൽ മതിയേ. ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കണം. ഇത്ര വെള്ളം മതി കേട്ടോ, അതൊന്ന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അല്ലെങ്കിൽ നമുക്കത് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയും കൂടെ ചേർത്തിട്ട് അത് ഇളക്കിയെടുക്കാം. ഒരു ചെറിയ ബൗൾ നിറച്ചും തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയ്പ്പൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ്. ഉലുവയിലേക്ക് പൊതുവായിട്ടും കയ്പ്പുണ്ട്. അപ്പോൾ അത് കുറയാൻ വേണ്ടിയിട്ടാണ് ഈ സവാളയും കൂടുതലും തേങ്ങയും ഒക്കെ ചേർക്കുന്നത്. പിന്നീട് നമുക്ക് കടുക് താളിച്ച് രുചികരമായ നമ്മുടെ ഉലുവയിലത്തോരൻ, ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഉലുവയിലത്തോരൻ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് നിങ്ങൾക്കിഷ്ടമായ ഉലുവയില കിട്ടുമ്പോൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇത് കിട്ടിയപ്പോഴുണ്ടല്ലോ, ആ കെട്ടോടെ കിട്ടിയപ്പം നല്ല ഭംഗി തോന്നിയിട്ട് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. മറ്റു വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.